അനശ്വരയുടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ പ്രായം അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അവരുടെ ലുക്സിലും എക്സ്പ്രഷനിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാര്യം ഈ മറ്റ് സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിത്തത്തിൽ നിന്ന് അവർ മാറുന്നുണ്ട്. ക്യാരക്ടർ സെലക്ഷനിലും ആ ചേഞ്ച് വരുന്നുണ്ട്. പെർഫോമൻസിൽ ദി ബെസ്റ്റ് ഇതാണ് എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക്, അതായത് അവരുടെ ദി ബെസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, മറ്റാരുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അവരുടെ ദി ബെസ്റ്റ് ഇനി വരാനിരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പ്രായത്തിൻ്റെ അഡ്വാൻറ്റേജും മുഖത്ത് വരുന്നൊരു പക്വതയുടെ എലമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അവരെ ഈ വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് പ്രണയവിലാസം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിൽ ആ ഒരു ക്യാരക്ടറിനെ, ആ കാലഘട്ടത്തിൽ ഒരു ക്യാരക്ടറിനെ അവർ നീറ്റായിട്ട് ചെയ്തു. അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ സ്പോട്ട് ഓൺ എന്ന് പറയുന്ന പോലെയായിരുന്നു. അപ്പം അവിടുന്ന് അവർ ഇത് നേരിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നില്ല. കാര്യം അവരത് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ എന്താ പറയുക, നമ്മൾ പല അഭിനേതാക്കളെയും കുറിച്ച് പറയുന്നത് അവർ മിനിങ്ങി വരികയാണ്. അതിൻ്റെ ഒരു തിളക്കമാണ് നേരിൽ കണ്ടത്. അതാണ് ഞാൻ റിവ്യൂവിലും ഈ പറഞ്ഞ പോലെ അത്ഭുതപ്പെട്ട് കുറേ ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനശ്വരയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന്. എനിക്കൊന്ന് നമ്മൾ ഈ ഇറങ്ങുന്ന പടങ്ങൾ മുഴുവൻ കുത്തിയിരുന്ന് കാണുന്നതുകൊണ്ട് പ്രണയവിലാസമൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ആ സിനിമ ഞാനൊരു 6-7 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഇവരുടെ മറ്റേ മൈന്യൂട്ട് സംഭവങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷെ എനിക്കിതിനകത്ത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഓസ്ലർ കാണുമ്പോഴാണെങ്കിലും ഓസ്ലറിൽ അവരുടെ നാണവും എന്നാൽ അതിൻ്റെ കൂടെ ചേർക്കുന്ന ബോൾഡ്നെസ്സും ഒക്കെ എനിക്ക് പ്രണയവിലാസത്തിൻ്റെ കുറേ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വിൻറ്റേജ്, ആ കാലഘട്ടത്തിനെ അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നു. അവർ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിനെ അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അവരുടെ ബെസ്റ്റ് ഇനി വരാനുള്ളതേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, ദി ബെസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അവർ ഏറ്റവും നല്ലത് കാണിച്ചിട്ടില്ലെങ്കിൽ, നല്ല എക്സ്പ്രഷൻസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്നിട്ട് കുറ്റം പറയുന്ന പോലെ. ഈ സിനിമയെ ആഴത്തിൽ കാണുന്ന ആളായതുകൊണ്ട് നേരിനെ കുറിച്ച് ഒരു അഭിപ്രായം കൂടെ ചോദിക്കാനുണ്ട്. ഈ നേരിൽ റേപ്പ് സീൻ കാണിക്കുമ്പോൾ ഈ റേപ്പ് സീനിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വികാരമാണ് നമ്മളിൽ ഉണർത്തേണ്ടത്. പല സീൻസിലും ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പർട്ടിക്കുലർ സീനിൽ ഡ്രസ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സീൻ കാണിക്കുമ്പോൾ അതിൽ എനിക്ക് ചിലയിടത്തൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം കൂടെ ഉണ്ടാക്കുന്നുണ്ടായിട്ട് എനിക്ക് തോന്നി. ഉണ്ണി ചില സിനിമകളൊക്കെ അങ്ങനെ ആഴത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ അങ്ങനെ ആഴത്തിൽ നോക്കിയാൽ അത് ആ സീന് ശരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ടോ? അത് മൊത്തം സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം റേപ്പ് സീക്വൻസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഭീകരത മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു ഭീകരത കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണിച്ചിട്ടുള്ളത് മിക്കവാറും രണ്ടുപേരും കൂടി തൊട്ടടുത്തെത്തി ഉമ്മ വെച്ചില്ല എന്ന് പറയുമ്പോഴേക്കും 2 കുരുവി വരും, അല്ലെങ്കിൽ വല്ല ഗ്ലാസ് ജില്ലുടഞ്ഞു പോകുന്നത്, ഇതൊക്കെയാണ് നമ്മളെ കാണിക്കുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ ഭീകരത അത് കാണിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ റേറ്റിംഗ് മാറിപ്പോകും. അത്രയും ഭീകരമാണെന്ന് കാണിക്കാൻ. കാര്യം അവരുടെ ശരീരത്ത് തൊടുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷനും എതിർപ്പും ആ എതിർപ്പിനെ അടക്കാനുള്ള ശ്രമങ്ങളും എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഭീകരമായിരിക്കും. അപ്പം അങ്ങനെ മലയാള സിനിമ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് മാറും, അത് കാണാൻ പറ്റുന്ന ക്രൗഡ് മാറും. ഒരു ഫിനാൻഷ്യൽ സംഭവങ്ങളും കൂടി കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഹിറ്റ് പ്രതീക്ഷ ചെയ്യുന്ന ഒരു സിനിമയല്ലേ. അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കിയിട്ടുണ്ടാവുക. പിന്നെ അങ്ങനെ റേപ്പ് സീൻ കാണിക്കാത്ത സിനിമകൾ ഞാൻ എപ്പോഴേക്കോ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. റേപ്പ് നടന്നു എന്ന് പറയുന്നത് ആ സാധനം അതിൽ കാണിക്കുന്നുണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാതലിൽ ഈ തങ്കൻ ചേട്ടനും മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രം വേണമെങ്കിൽ അവർക്കൊരു വാഴത്തോപ്പിലോ ഒരു വിറകുപുരയിലോ ഒരു രംഗം വേണമെങ്കിൽ അതിനകത്ത് കേൾക്കാമായിരുന്നു. ഒരു സീൻ പോലും കാണിച്ചിട്ടില്ല. ഞാൻ അതിലെ ബ്രില്യൻസ് ആയിട്ട് കാണുന്നത്, അങ്ങനെ ഒരു സീൻ നിങ്ങൾ കാണണ്ട, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മതി. അവരുടെ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ അവർ എവിടെ കെട്ടിപ്പിടിക്കുന്നു, എപ്പോഴാണ് അടുത്തിരിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതേപോലെയാണ് നമ്മളിൽ ആ ഫീല് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഒരു അഭിനേത്രി ഗ്ലാമറസ് ആയി വരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാക്കുകളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് മാത്രമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു പൊതുബോധത്തിൻ്റെയാണ്. എന്താ പറയുക, നമ്മളത് മനസ്സിലാക്കിയാൽ മതി, അതൊരു റേപ്പാണ്, അത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ അത്തരം രംഗങ്ങൾ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന, മറ്റേ ബിരിയാണി സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ കിടപ്പറ രംഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നവരുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത് പോൺ സൈറ്റിൽ വരും, അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ക്ലിപ്പ് മാത്രമായിട്ട്. അത് നമ്മളെ മെന്റലി ഡിസ്റ്റർബ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷെ ആ ഡിസ്റ്റർബൻസിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന വേറെ കുറേ ടീമുകളുണ്ട്. അപ്പം നമുക്കതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എഡ്യൂക്കേറ്റ് ആവുക, നമ്മുടെ അടുത്ത ജനറേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്.